നമസ്കാരം, സ്പോർട്സ് ബസ്സിലേക്ക് സ്വാഗതം. ഞാൻ സായി പൗർണമി. ആദ്യം പോയി വരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കന്നി IPL കിരീടത്തിൽ മുത്തമിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 18 കാത്തിരിപ്പിന് വിരാമം. 25ാമത് സബ് ജൂനിയർ നാഷണൽ വുഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 2 സ്വർണം. ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ മുഹമ്മദ് ബേസിലിന് സ്വർണം. സംസ്ഥാന ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പ് ഓവറോൾ കിരീടം കോഴിക്കോടിന്. 22ാമത് CRI പൂംസ് ട്രോഫി KCB വനിതാ ടീമിന്. ചാമ്പ്യൻസ് ലീഗ് കിരീടം പാരീസ് സെയിന്റ് ജെർമെയിന്. വാർത്തകൾ വിശദമായി. ശക്തരായ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ ആദ്യ IPL കിരീടം സ്വന്തമാക്കി. അഹമ്മദാബാദിൽ വെച്ച് നടന്ന ഫൈനലിൽ 6 റൺസിനായിരുന്നു കോഹ്ലിയുടെയും കൂട്ടരുടെയും വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ബംഗളൂരു ബാറ്റിംഗ് നിരയുടെ പക്വമായ പ്രകടനത്തിന്റെ മികവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 എന്ന സ്കോർ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് നിശ്ചിത ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 എന്ന സ്കോറിലെത്താൻ മാത്രമേ സാധിച്ചുള്ളൂ. 2025 സീസൺ IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. 191 എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പഞ്ചാബ് കിങ്സിന് കാലിടറിയപ്പോൾ ആഹ്ലാദ കണ്ണീർ അണിഞ്ഞത് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ മാത്രമല്ല. ഈ സാല കപ്പ് നമ്മുടെ എന്ന പ്രതീക്ഷയിൽ 2 പതിറ്റാണ്ടോളം ടീമിനായി ആർപ്പു വിളിച്ച കോടിക്കണക്കിന് ആരാധകരും ഡിവില്ലിയേഴ്സ്, ഗെയിൽ എന്നിവരുൾപ്പെടുന്ന മുൻ താരങ്ങളുമായിരുന്നു. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അത്ര വലുതൊന്നുമല്ലാത്ത 191 എന്ന ലക്ഷ്യത്തിലേക്കുള്ള പഞ്ചാബിന്റെ യാത്രയിൽ തടസ്സമായി വന്നു നിന്നത് മാൻ ഓഫ് ദി മാച്ച് കൃണാൽ പാണ്ഡ്യയുടെയും ഭുവനേശ്വർ കുമാറിന്റെയും ബൗളിംഗ് മികവാണ്. പഞ്ചാബിന് വേണ്ടി 61 റൺസ് നേടി ശശാങ്ക് സിംഗ് പുറത്താകാതെ പൊരുതി നിന്നപ്പോൾ ബാറ്റിംഗ് നെടുംതൂണായ നായകൻ ശ്രേയസ് അയ്യറിന് നിർണായക മത്സരത്തിൽ അടിപതറി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരുവിന് തുണയായത് കോഹ്ലി അടക്കമുള്ളവരുടെ സമചിത്തതയോടെയുള്ള ബാറ്റിംഗ് ആണ്. കോഹ്ലി 41 റൺസോടെ ടോപ്പ് സ്കോററായപ്പോൾ പുറത്തായ ബാക്കിയുള്ള 8-ൽ 6 ബാറ്റ്സ്മാൻമാരും 2 അക്കം കടന്നിരുന്നു. രജത് പട്ടീദാർ കിരീടത്തിൽ മുത്തമിടുന്ന ആദ്യ ബംഗളൂരു നായകനായപ്പോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള അവാർഡ് മുംബൈയുടെ സൂര്യകുമാർ യാദവ് സ്വന്തമാക്കി. തമിഴ്നാട്ടിലെ നാമക്കൽ KASR എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന 25ാമത് സബ് ജൂനിയർ വുഷു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് അഭിമാനാർഹമായ നേട്ടം. രാജ്യത്തുടനീളമുള്ള പ്രതിഭകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ 25 മെഡലുകളാണ് കേരളത്തിന്റെ ചുണക്കുട്ടികൾ കരസ്ഥമാക്കിയത്. തൗലു വിഭാഗത്തിൽ 2 സ്വർണവും 14 വെള്ളിയും 6 വെങ്കലവും, സാന്താ വിഭാഗത്തിൽ 3 വെങ്കലവും ഉൾപ്പെടെ 25 മെഡലുകളാണ് കേരളം കരസ്ഥമാക്കിയത്. ടൂർണമെന്റിൽ 36 സ്വർണവും 14 വെള്ളിയും 12 വെങ്കലവും നേടി മണിപ്പൂർ ഓവറോൾ ചാമ്പ്യന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. 65 പേരടങ്ങിയ കേരളത്തിന്റെ കുട്ടിപ്പടയിൽ സ്വർണം കരസ്ഥമാക്കിയത് കോഴിക്കോട് സ്വദേശിനി നയന നൌഫലും തിരുവനന്തപുരത്തിന്റെ സഞ്ജയ് S സുരേഷുമാണ്. നയന ബാഗ്വാസംഗിലും സഞ്ജയ് ക്വിൻഷുവിലുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. പാരീസിൽ നടന്ന വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ കേരളത്തിലെ മുഹമ്മദ് ബേസിൽ 100 മീറ്റർ T47 ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടി. പാരീസിൽ നടക്കുന്ന വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് ലോകമെമ്പാടുമുള്ള ഉന്നത പാരാ അത്ലറ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര മത്സരമാണ്. നിലവിൽ തിരുവനന്തപുരം സായി LNCPയിൽ ശ്രീനിവാസന്റെ കീഴിലാണ് ബേസിലിന്റെ പരിശീലനം. പൊന്നാനി സ്വദേശിയായ ബേസിൽ വെറും 11.06 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്താണ് സ്വർണം നേടിയെടുത്തത്. നേരത്തെ ഡൽഹിയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിലും ബേസിൽ സ്വർണം നേടിയിരുന്നു. ബേസിലിന്റെ വിജയം തിരുവനന്തപുരം സായി NLCPയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടിയാണ്. കഴിഞ്ഞ ആഴ്ച അവസാനിച്ച ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്ഥാപനത്തിൽ പരിശീലനം നടത്തുന്നവർ റിലേ, 400 മീറ്റർ ഇനങ്ങളിൽ 2 സ്വർണമടക്കം 5 മെഡലുകൾ സ്വന്തമാക്കിയിരുന്നു. ഗുമയിൽ നടന്ന അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കേരള താരങ്ങൾ 3 മെഡലുകളാണ് നേടിയത്. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് സീനിയർ ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ലയ്ക്ക് കിരീടം. 14 ജില്ലകളിൽ നിന്നായി 800ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്ത ടൂർണമെന്റിൽ 185 പോയിന്റോടെ കോഴിക്കോട് ജില്ല സീനിയർ വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായി. 111 പോയിന്റോടെ മലപ്പുറം ജില്ല 2ാം സ്ഥാനവും 86 പോയിന്റോടെ തിരുവനന്തപുരം ജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂനിയർ മത്സരങ്ങളിൽ തൗലു വിഭാഗത്തിൽ 122 പോയിന്റോടെ കോഴിക്കോട് ജില്ല 1ാമതെത്തിയപ്പോൾ 62 പോയിന്റോടെ മലപ്പുറം ജില്ല 2ാം സ്ഥാനത്തും 59 പോയിന്റോടെ തിരുവനന്തപുരം ജില്ല 3ാം സ്ഥാനവും നേടി. സാന്താ വിഭാഗത്തിൽ കോഴിക്കോട് 56 പോയിന്റ് നേടിയപ്പോൾ
തൊട്ടുപിന്നിലായി മലപ്പുറവും തൃശൂരും സ്ഥാനമുറപ്പിച്ചു. ജൂനിയർ വിഭാഗത്തിൽ 178 പോയിന്റോടെ കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ 114 പോയിന്റോടെ മലപ്പുറം ജില്ല രണ്ടാം സ്ഥാനത്തും 80 പോയിന്റോടെ തിരുവനന്തപുരം ജില്ല മൂന്നാം സ്ഥാനത്തും എത്തിച്ചേർന്നു. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. 22ാമത് CRA പൂംസ് ട്രോഫി KSCB വനിതാ ടീമിന്. കോയമ്പത്തൂർ വെച്ച് നടന്ന ടൂർണമെന്റിൽ കരുത്തരായ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയെ 91-51 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് KSCB കിരീടം ചൂടിയത്. ഇൻകം ടാക്സ് ടീം മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയപ്പോൾ KSCBയുടെ ശ്രീകല മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ ടൂർണമെന്റിന് സമാന്തരമായി നടന്ന പുരുഷന്മാരുടെ ടൂർണമെന്റിൽ വിജയിച്ച ഇന്ത്യൻ ബാങ്കിന്റെ ടീം 56ാമത് നാച്ചിമുത്തു ട്രോഫിയും സ്വന്തമാക്കി. ടീമിന്റെ നെടും തൂണായ പ്രണവ് പ്രിൻസ് മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കരുത്തരായ ഇന്റർ മിലാനെ ഫൈനലിൽ 5-0 പരാജയപ്പെടുത്തി പാരീസ് സെയിന്റ് ജെർമെയിൻ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി. ഫ്രാൻസിന്റെ അതിരുകൾക്കകത്തു മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെന്ന പഴി അവസാനിപ്പിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയ ലൂയിസ് എൻറിക്കിന്റെ ശിഷ്യന്മാർ ഇറ്റാലിയൻ വമ്പന്മാർക്കെതിരെ കളിയിലുടനീളം ആധിപത്യം നിലനിർത്തി. ടൂർണമെന്റിലുടനീളം എതിരാളികളെ നിഷ്പ്രഭരാക്കാൻ ഫ്രഞ്ച് ടീമിനെ സഹായിച്ച ഔസ്മാൻ ഡെംബലെ ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ യോഗം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒളിമ്പിക് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗത്തിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് രാജീവ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടർ പി വിഷ്ണുരാജ AS, വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സന്തോഷ്, ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ, തഹസിൽദാർ മഞ്ജുള, LNCPSI പ്രിൻസിപ്പൽ ഡോക്ടർ G കിഷോർ, അർജുന അവാർഡ് ജേതാവ് പത്മിനി തോമസ്, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു വർമ്മ എന്നിവരും പങ്കെടുത്തു. ഒളിമ്പിക് ഡേ റൺ ജൂൺ 23 വൈകുന്നേരം 4 മണിക്ക് മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള ഹോക്കി സംഘടിപ്പിക്കുന്ന 10ാമത് കേരള ഹോക്കി സബ് ജൂനിയർ പെൺകുട്ടികളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജൂൺ 13 മുതൽ 16 വരെ കാസർഗോഡ് രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംരക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പോയ വാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.